കാലം മാറിയതോടെ ഓണം കുറച്ചുകൂടി കളറാക്കാനുള്ള ഒരുക്കത്തിലാണ് മലയാളികൾ. പാചകം ചെയ്ത് സമയം കളയാതെ കുടുംബത്തോടൊപ്പം തിരുവോണം ആസ്വദിക്കാൻ ഓർഡർ സദ്യയെ നെഞ്ചിലേറ്റുകയാണ് നാടൊട്ടുക്കും. രാവിലത്തെ തിരക്കെല്ലാം ഒഴിഞ്ഞ് ഇനി ഓണസദ്യ ഉണ്ണാനുള്ള ഒരു തിരക്കിലേക്ക് മലയാളികളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഓണം ആഘോഷിക്കാനുള്ള സദ്യയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുള്ള കാറ്ററിംഗ് യൂണിറ്റുകളെയാണ്. എല്ലാ വിഭവങ്ങളോടും കൂടിയ ഒരു ഓണസദ്യക്കുള്ള എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടിയാണ് തിരുവനന്തപുരത്തെ കാറ്ററിംഗ് യൂണിറ്റുകളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത്. എങ്ങനെയാണ് ഇത്തവണ എത്ര തരം വിഭവങ്ങളോട് കൂടിയാണ്? വെള്ളമടക്കം 30 ഐറ്റമാണ് വരുന്നത്. കഴിഞ്ഞ 6 കൊല്ലം കൊണ്ട് ഇത് 6ാമത്തെ കൊല്ലം. 2500 ആയിരുന്നു ഞങ്ങൾ 5 സദ്യയുടെ ഇത്. ഇപ്രാവശ്യം മുതൽ ഒരു സദ്യയുടെ ഇതാണ് ഞങ്ങൾ കൂടുതലുള്ളത്. ഏതാണ്ട് ഒരു 800,000 അടുപ്പിച്ച് വരുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും കൂടുതലാണ് ഇത്തവണത്തെ സദ്യ ബുക്കിംഗ്. ഒരു സദ്യയുടെ ഇത് കൂടുതലാണ് ഞങ്ങൾക്ക്. 5ഉം 7ഉം ഞങ്ങൾ എടുത്തിട്ടില്ല, ഒന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ. എത്ര വിഭവങ്ങളുടെ സദ്യയാണ്? 30 ഐറ്റം ഉണ്ട്. കുടിവെള്ളം അടക്കം 30 ഉണ്ട്. ഏറ്റവും സ്പെഷ്യൽ എന്താണ്? 3 പായസമുണ്ട്, 3 കിച്ചടിയുണ്ട്, ഒരു പച്ചടിയുണ്ട്, പോരാതെ എരിശ്ശേരിയുണ്ട്, അവിയൽ, മസാല കൂട്ടുകറിയുണ്ട്, ഓലൻ, അച്ചാർ 3 എണ്ണം. ഓണസദ്യ വീട്ടിൽ ഒരുക്കുന്ന ഒരു തിരക്കിലായിരുന്നു. ഇപ്പം കാറ്ററിംഗ് യൂണിറ്റിനൊപ്പമാണ്. എങ്ങനെയാണ് ഇതിപ്പോ എന്താ പറയാ, എല്ലാവർക്കും അവരവരായിട്ട് ജോലിയും തിരക്കും എല്ലാം ഉണ്ട് എല്ലാവർക്കും. സോ അതുകൊണ്ട് അവര് ബാക്കിയുള്ളവരെ ആശ്രയിക്കുന്നുണ്ട്. കാരണം ആർക്കും ലീവും എല്ലാം പ്രൈവറ്റ് സെക്ടേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന തൊഴിലും കേറ്ററിംഗ് ആണ്. അത് ഓണത്തിന് അവർക്കൊരു ഹെൽപ്പ് പോലെ ഞങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് മാത്രം. കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ആയിരിക്കും റേറ്റ് കുറവും. കാരണം 499 ആണ് ചാർജ് ചെയ്യുന്നത്. ഈ അടക്കം പാക്കിംഗ് അടക്കം കണ്ടെയ്നർ പാക്കിംഗ് ആണ്. ഇത്തവണ 5 വർഷത്തിനെക്കാട്ടിലും സദ്യയുടെ എണ്ണവും ഞങ്ങൾക്ക് ഇത്തവണ കൂടുതലാണ് ഞങ്ങൾക്ക് ഇത്തവണ. തൂഷനിലയുടെ വിലയൊക്കെ വർദ്ധിച്ച ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കൊടുക്കാം? കുഴപ്പമില്ല. 5 കൊല്ലം കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതായത് 6ാമത്തെ കൊല്ലം ആ റേറ്റിൽ നിന്ന് മാറിയിട്ടില്ല. ആ റേറ്റ് തന്നെയാണ്. അതിൽ വേറെ ഒരു മാറ്റവും ഇല്ല. അപ്പൊ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് സദ്യയുമായി വീട്ടിലേക്ക് പോകാൻ തുടങ്ങാണല്ലേ? അതെ, എല്ലാം മേടിച്ചത് അപ്പോൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പൊ വീട്ടിൽ നിന്ന് സദ്യ ഒരുക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട്, അതുകൊണ്ട് ഇത് കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് തോന്നി. അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് മേടിക്കും. അപ്പൊ എങ്ങനെയുണ്ട്? ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സദ്യ വാങ്ങുകയായിരുന്നു. അപ്പൊ സദ്യ എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഒക്കെ? അതെ, നല്ല ഇതായിരുന്നു. വീട്ടിൽ വെക്കുന്നത് പോലെ എല്ലാ പ്രാവശ്യവും വെളിയിൽ നിന്നാണ് വാങ്ങുന്നത്. മോളുടെ അച്ഛനും അമ്മയൊക്കെ വരും. അപ്പം എല്ലാവരും കൂടി കൂടും, അത്തപ്പൂടും. ഇതേപോലെ നിരവധി കുടുംബങ്ങളാണ് സദ്യ വാങ്ങാനുമൊക്കെ ആയി നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ ഉള്ളത്. ഇനി സദ്യ ഉണ്ണാനുള്ള തിരക്കിലേക്ക് മലയാളികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്യാമറമാൻ മനു മാധവിനൊപ്പം അരുണിമ കൃഷ്ണൻ, ദൂരദർശൻ ന്യൂസ്, തിരുവനന്തപുരം.